നമസ്കാരം. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റ രീതിയിലല്ല നടക്കുന്നത് എന്നൊരാരോപണം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതിനെപ്പറ്റി പല കേസുകളും ഇന്ത്യയിലെ വിവിധ കോടതികളിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് EVMകളായിരുന്നു. EVMകളിൽ കൃത്രിമം നടക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഒരു കോടതികളിലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് VVPAT വന്നത്. പിന്നെ VVPATൽ പിടിച്ചായി കാര്യങ്ങൾ. ഈ അടുത്തിടെ സുപ്രീം കോടതി തള്ളിയ ഹർജിയിലെ പ്രധാന ആവശ്യം EVMനോടൊപ്പം തന്നെ എല്ലാ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നുള്ളതായിരുന്നു. ഇത് കഴമ്പില്ലാത്തതാണെന്ന് കണ്ട് സുപ്രീം കോടതി തള്ളുകയായിരുന്നു. എന്നാൽ പിന്നെയും ഇലക്ഷൻ കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ തുടർന്നു എന്നതാണ് വസ്തുത. പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആവശ്യം വോട്ടർ ടേൺ ഔട്ട് ഡേറ്റ അഥവാ മുഴുവൻ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഇലക്ഷൻ കമ്മീഷൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കണം എന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ഇതിൽ കൃത്രിമം കാണിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും വോട്ട് എണ്ണുമ്പോൾ ഉള്ള എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതാണ് പ്രധാന ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നൊരു സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയമായതിനാൽ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു തടസ്സം സൃഷ്ടിക്കാൻ സുപ്രീം കോടതി ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇലക്ഷൻ കമ്മീഷന് യാതൊരുവിധ നോട്ടീസുകളോ നിർദ്ദേശങ്ങളോ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ സ്വമേധയാ തന്നെ ചില വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ 5 ഘട്ടങ്ങളിൽ പോൾ ചെയ്ത മൊത്തം വോട്ടുകളുടെ എണ്ണമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഓരോ മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും എത്ര വോട്ടർമാരുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ആദ്യമേ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൃത്യമായ ശതമാനവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് വെച്ച് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഏതൊരു പൊതുജനത്തിനും കണക്കുകൂട്ടാവുന്നതുമാണ്. പക്ഷേ ഇവിടെ ഹർജിക്കാരുടെ ആവശ്യം ബൂത്ത് തലത്തിലുള്ള വോട്ടിംഗ് കണക്കുകൾ പുറത്തുവിടണമെന്നാണ്. അതായത് എത്ര വോട്ടുകൾ ഓരോ ബൂത്തിൽ പോൾ ചെയ്തു എന്നുള്ളത് പുറത്തുവിടണം എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു തടസ്സമായി ഇലക്ഷൻ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് പോസ്റ്റൽ ബാലറ്റുകളുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഫോം 17C സകല വിവരങ്ങളും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഫോം 17C പുറത്തുവിട്ടാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കുനഷ്ടായിട്ട് തോന്നാം. അവിടെയും ഈ പറഞ്ഞ പോലെ പോസ്റ്റൽ ബാലറ്റുകൾ വരുമ്പോൾ മൊത്തം വോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഫോം 17C എന്നുള്ളത് ഒരു ആധികാരിക രേഖയാണ്. ആയതിനാൽ തന്നെ വോട്ടെണ്ണത്തിൽ ഒരു കൃത്രിമവും കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ ബൂത്തുകളിലും പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണമാണ് ഫോം 17C ഉള്ളത്. അതുപോലെ തന്നെ ആരെങ്കിലും ഒപ്പിട്ട ശേഷം വോട്ടിടാതെ അല്ലെങ്കിൽ വോട്ടിടാൻ വിസമ്മതിച്ചു പോയാൽ തന്നെയും അതും ഫോം 17C ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് ഫോം 17C എന്നുള്ളത് വിമാനത്തിലൊക്കെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയധികം ആധികാരികമായ ഒരു രേഖയാണ്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബൂത്ത് ഏജന്റുമാർക്ക് ഇതിൻ്റെ ഒരു കോപ്പിയും കൊടുക്കുന്നുണ്ട്. വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. വോട്ട് എണ്ണുന്ന സമയവും ഫോം 17C കണക്കുകൾ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പരിശോധിക്കാറുണ്ട്. ഈ ഘട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നാൽ തന്നെ ഇവർക്ക് പരാതി ഉന്നയിക്കാവുന്നതുമാണ്. രാജ്യത്താകമാനം 543 മണ്ഡലങ്ങളിലായി ഏകദേശം 10.5 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ അത്രയും എണ്ണം ഫോം 17Cയും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ആകെയുള്ള 68,320 പോളിംഗ് ബൂത്തുകളിലെയും ഫോം 17C ഇത്തവണ സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് DMKയുടെ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിരന്തരം വിവാദം ഉന്നയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെയും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അവഹേളിക്കാനാണ് എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം. ഇത്തരം കോൺസ്പിരസി തിയറികളാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനം കുറച്ച് കുറയാനുള്ള കാരണമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മലയാളത്തിലെ മാധ്യമം ചർച്ച നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ഒരു സംശയം പോൾ ചെയ്യാത്ത വോട്ടുകളും കൂടി വോട്ടെണ്ണുമ്പോൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഫോം 17C വിവരങ്ങൾ അനുസരിച്ച് ഏജന്റുമാർക്ക് പരാതിപ്പെടാവുന്നതാണ്. ആ മാധ്യമം അടുത്തതായി പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധിയും ചിന്താഗതി എങ്ങോട്ടാണെന്നുള്ളത് ഒക്കെ മനസ്സിലാകും. തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയാലുക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും സംശയം തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത.
ശ്രീമതി ഇന്ദിരാഗാന്ധി തുടർച്ചയായി ഇലക്ഷനുകളിൽ ജയിച്ചപ്പോൾ അന്ന് പറഞ്ഞു കേട്ടിരുന്ന ഒരു ആരോപണം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേകതരം മഷി ഉപയോഗിച്ചാണ് വോട്ടിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇതുവഴി ചില വോട്ടുകളൊക്കെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്നതൊക്കെയായിരുന്നു അന്നത്തെ ആരോപണം. ഇതും സുപ്രീം കോടതി പരിശോധിച്ച് കഴമ്പില്ല എന്ന് കണ്ടെത്തി തള്ളിക്കളഞ്ഞവയാണ്. അന്ന് ഏതായാലും ആരോപണം ഉന്നയിച്ചവരാരും കോൺഗ്രസ്സുകാരായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാലാകാലങ്ങളിൽ അവരവരുടെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നു ഇത്തരം വിവാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.